കമ്മ്യൂണിസം പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമെന്ന് ബി.ജെ.പി. തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പരാമർശം. തമിഴ്നാട്ടിൽ സനാതനധർമ്മത്തെ ആക്ഷേപിച്ച സ്റ്റാലിൻ സർക്കാർ ആഗോള മുരുക സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നും അതുതന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സ്ഥിതിയെന്നും കെ അണ്ണാമലൈ വിമർശിച്ചു. அவர்களை பார்த்து குளோபல் ஐயப்பா கான்ஃபரன்ஸ் இருவரும் கடவுளை பற்றி பேசுவதற்கு அடிப்படையில் எந்த ஒரு தகுதியும் இல்லாதவர் என்று சொன்னார். 2018-19 கேரளாவில் இதே பந்தளத்தில் கம்யூனிஸ்ட் கட்சியினுடைய தொண்டர்கள் முதலமைச்சர் அவர்கள் கட்டவிழ்த்து அட்டூழியத்தை பார்க்க அடித்து உதைத்து மக்களை யாருமே சேருவதற்கு இடம் கொடுக்காம காவல்துறையை வைத்து கட்டுக்கோப்பாக அவர்களாகவே பெண்களை உள்ளே அழைத்து சென்று வழிவிடுவதற்கான எல்லா வேலையும் செஞ்சுட்டு இன்னைக்கு நீதி கண்ணீர் வடிக்கிறார்கள். ஐயப்பனுக்காக நாங்கள் இருக்கிறோம், ஐயப்பனுக்காக எப்பொழுதும் பேசுவோம். സംഗമവേദിയിൽ നിന്നും പ്രസാദ് എം ജെ ചേരുന്നു. പ്രസാദ്, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമല സംരക്ഷണ സംഗമം ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന വേളയിലാണ് തമിഴ്നാട് ബി.ജെ.പി. മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയുടെ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള വിവാദപരമായ വിഷാംശം എന്ന പരാമർശം ഉണ്ടായിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അണ്ണാമലൈ പറഞ്ഞത്? എന്തെല്ലാമാണ് സംഗമ സ്ഥലത്തെ കൂടുതൽ വിവരങ്ങൾ? അക്ഷരാർത്ഥത്തിൽ മണിക്കൂറുകളോളം എം.സി. റോഡിനെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഭക്തജന പ്രവാഹം സമ്മേളന വേദിയായ കൈപ്പുഴ നഗറിലേക്ക് ഭക്തജനങ്ങൾ എത്തിയത്. ശരണം വരവോടു കൂടിയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. അണ്ണാമല വേദിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ശരണഘോഷ മന്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. അദ്ദേഹം തന്റെ തമിഴ് ഭാഷാ ശൈലിയിലാണ് ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടനീളം പിണറായി വിജയനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. കാരണം പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണ് കമ്മ്യൂണിസമെന്നും ഈ കമ്മ്യൂണിസത്തെ ഏറ്റുപിടിക്കാനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂട്ടുപിടിച്ചതോടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിലെ ഉദ്ഘാടകനായി പിണറായി വിജയൻ സ്റ്റാലിനെ തെരഞ്ഞെടുത്തത്. ഇതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, തമിഴ്നാട്ടിൽ കഴിഞ്ഞ 6000 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം 4000 ക്ഷേത്രമായി ചുരുങ്ങിയെന്നും ക്ഷേത്രത്തിന്റെ വസ്തുവകൾ ഉൾപ്പെടെയുള്ളവയുടെ എണ്ണം വളരെ പരിതാപകരമാണെന്നും ഈ നിരീശ്വരവാദികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന ഇലക്ഷനുകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും വിശ്വാസികൾ വോട്ടിലൂടെ അതിന്റെ വോട്ടിലൂടെ പ്രതികാരം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം സംസാരിച്ച ബാംഗ്ലൂർ എം പി തേജസ്വി സൂര്യ ഇംഗ്ലീഷ് കൈകളോടുകൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. ത്രിമൂർത്തികളുടെ ഭരണമാണ് ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. 1 പിണറായി വിജയൻ, 2 സ്റ്റാലിൻ, 3 സിദ്ധരാമയ്യ. ഈ ത്രിമൂർത്തികളുടെ നിഷ്കാസനം നടത്തിയെങ്കിൽ മാത്രമേ വരും കാലങ്ങളിൽ ഈ ഇന്ത്യയിലെ സനാതന ധർമ്മം നിലനിർത്തുകയുള്ളൂന്നും അതിനായി നമ്മൾക്ക് ഒരുമിച്ച് പോരാടണമെന്നും തേജസ് സൂര്യ പറഞ്ഞു. സത്യത്തിൽ പമ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ഈ ശബരിമല അയ്യപ്പ സംഗമം അക്ഷരാർത്ഥത്തിൽ വൻ വിജയമാണെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. അവര് ഇതിനായി ചെലവഴിച്ച തുക ഏകദേശം 7 ലക്ഷം രൂപയോളം മാത്രമാണെന്നാണ് സംഘാടക സമിതി അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് രാവിലെ നടന്ന സെമിനാർ സെഷനിൽ പി സെൻകുമാർ, ജസ്റ്റിസ് ഹരിഹരൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ അണിനിരത്തിക്കൊണ്ടുള്ള സെമിനാറിൽ നിന്നും ക്രോഡീകരിക്കുന്ന നിർദ്ദേശങ്ങൾ ബി.ജെ.പിയുടെ സഹായത്തോടെ കേന്ദ്രത്തിൽ എത്തിക്കുവാനും അവർ ശ്രമം നടത്തുന്നുണ്ട്. ഉദ്ഘാടനത്തിൽ സംഗമത്തിൽ ക്ഷണിക്കപ്പെടാതെ പോയ സന്യാസി ശ്രേഷ്ഠന്മാർ, മുനിശ്രേഷ്ഠന്മാർ, ആചാര്യർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഒരേ കുടക്കീഴിൽ അണിനിർത്തിയാണ് ശബരിമല കർമ്മസമിതി അയ്യപ്പ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. ഏതായാലും സർക്കാരിനുള്ള താക്കീതായും തുടർന്ന് വേദിയിൽ ക്രോഡീകരിച്ച പ്രമേയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അത് ഏറ്റുവാങ്ങി ഉടൻ തന്നെ അത് കേന്ദ്രത്തിലെത്തിച്ച് വരും നടപടികൾ പൂർത്തീകരിക്കാനാണ് സംഘാടക സമിതിയുടെ ലക്ഷ്യം. ശരി പ്രസാദ്, ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമല സംരക്ഷണ സംഗമം ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ
കൈപ്പുഴ നഗറിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രസാദ് നൽകുന്ന വിവരമനുസരിച്ച് വലിയ ജനപ്രാതിനിധ്യം സംഗമത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. ഒരേ സമയം തമിഴ്നാട് സ്റ്റാലിൻ സർക്കാരിനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും വളരെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു കെ അണ്ണാമലയുടെ ഉദ്ഘാടന പ്രസംഗം നടന്നത് എന്നും പ്രസാദ് വ്യക്തമാക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദാണ്.